ഹായ്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് എന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസവും അതേപോലെ തന്നെ നല്ലൊരു കോളേജ് ലൈഫും അവസാനം നല്ലൊരു കരിയറും ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാം. ഞാൻ ഇതേപോലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ളത് കൊണ്ട് സയൻസും അതേപോലെ തന്നെ നന്നായി ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ എനിക്ക് ട്യൂഷൻ എടുക്കാൻ വരുമായിരുന്നു. അദ്ദേഹം അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എന്നെ പഠിപ്പിക്കാൻ വന്നിരുന്ന മാഷാണ്. അപ്പോൾ ആ മാഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇക്ബാൽ, നിനക്ക് മാത്തമാറ്റിക്സും അതുപോലെ സയൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പഠിക്കേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് IITകളും NITകളും ഒക്കെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. അപ്പോൾ ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയുകയും അപ്പോൾ ആ പാരൻസ് പറഞ്ഞു, നിനക്കത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. അങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു സ്പാർക്ക് കിട്ടിയത്. പിന്നീട് ഞാൻ +1 +2 ഒക്കെ കഴിഞ്ഞ് അത് സ്വാഭാവികമായിട്ടും എനിക്ക് മാത്സും സയൻസൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് IITയിൽ എത്താൻ പറ്റി. IIT മദ്രാസിൽ പോയിട്ട് ഞാൻ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര വലിയൊരു ക്യാമ്പസ്, ഇത്രയും ബ്യൂട്ടിഫുൾ ക്യാമ്പസും ഇന്ത്യ മുഴുവനും ലക്ഷക്കണക്കിന് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് IIT. എന്തിന്, നമ്മൾ 6ാം ക്ലാസ് മുതൽ മറ്റ് സ്ഥലങ്ങളിലുള്ള, അതായത് ഹൈദരാബാദിലും കോട്ടയിലും ഡൽഹിയിലൊക്കെ ഉള്ള കുട്ടികൾ 6ാം ക്ലാസ് മുതൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ഇവിടേക്ക് വരുന്നതെന്ന് മനസ്സിലായത്. പിന്നീട് IIT ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം ടീച്ചിങ്ങിലേക്കൊക്കെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് മാത്തമാറ്റിക്സും സയൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും എത്തേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമ്പസുകളായിട്ടുള്ള IITകളിലും NITകളിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ IITകളിലേക്കും NITകളിലേക്കും നമ്മളെ കുട്ടികളെ എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ ബോർഡ് എക്സാം വഴിയല്ല, അതിൻ്റേതായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളുണ്ട്. ആ എൻട്രൻസ് പരീക്ഷകളെ വിളിക്കുന്ന പേരാണ് JEE, ജോയിൻറ്റ് എൻട്രൻസ് എക്സാം. ഇത് 2 സ്റ്റേജായിട്ടാണ് ഇന്ത്യയിൽ ഈ ജോയിൻറ്റ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. JEE മെയിൻ ആണ് ആദ്യത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പേര് JEE അഡ്വാൻസ്ഡ് ആണ്. ഈ JEE മെയിൻ എല്ലാ വർഷവും 2 സീസണുകളിലായിട്ട് നടക്കും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പെർസെൻറ്റൈൽ കിട്ടുന്ന കുറച്ച്, അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ വരുന്ന കുറച്ച് ആളുകൾ, 2.5 ലക്ഷം ആളുകളെയാണ് JEE അഡ്വാൻസ് എഴുതാൻ സെലക്ട് ചെയ്യുക. ആൻഡ് JEE അഡ്വാൻസും കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള IITകളിലേക്ക് അഡ്മിഷൻ കിട്ടുക. JEE മെയിന് നല്ല റാങ്ക് കിട്ടിയാൽ നമുക്ക് NITകളിലേക്കും അതേപോലെ തന്നെ കുറച്ച് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും IITകളിലേക്കും ഒക്കെ അഡ്മിഷൻ കിട്ടും. IITകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഈ JEEയുടെ എക്സാം എഴുതുന്ന എത്ര പേരാണെന്ന് ചോദിച്ചാൽ, ഒരു വർഷം 15 ലക്ഷം ആളുകളാണ് ഈ എക്സാം എഴുതുന്നത്. ആൻഡ് ഈ 15 ലക്ഷം ആളുകളിൽ നിന്ന് ടോപ്പ് 2.5 ലക്ഷം ആളുകളെ JEE അഡ്വാൻസിലേക്ക് സെലക്ട് ചെയ്യും. JEE അഡ്വാൻസ് ക്ലിയർ ചെയ്യുന്ന 17,000 ആളുകൾക്കാണ് IITകളിൽ ഇന്നത്തെ കണക്ക് പ്രകാരം അഡ്മിഷൻ അവൈലബിൾ ആകുക. ടോട്ടൽ JEE വഴി ഒരു 60,000-ഓളം സീറ്റുകൾ പല കോളേജുകളിലായിട്ട്, പല ബ്രാഞ്ചുകളിലായിട്ട്, പല കാറ്റഗറികളായിട്ട് 60,000 സീറ്റുകൾ നമ്മളെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ റിമെമ്പർ, 15 ലക്ഷം ആസ്പിരൻസ് ആണ് ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാം ക്രാക്ക് ചെയ്താൽ ഒരുപാട് അവസരങ്ങൾ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ BTech പ്രോഗ്രാമും BSMS പ്രോഗ്രാമുകളും ആൻഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള IITകളിലും NITകളിലും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസുകളിലൊക്കെ പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മക്കളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അത്രമാത്രം ആളുകൾ, ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളും സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികളും സ്വപ്നം കാണുന്നതാണ് ഈ IITകളിലൊക്കെ പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മക്കൾക്കും ഇങ്ങനത്തെ ഒരു ക്യാമ്പസിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്ത പോലെ തന്നെ നേരത്തെ ഇതിനെക്കുറിച്ച് ആലോചിക്കണം, നേരത്തെ ഇതിനെക്കുറിച്ച് അറിയണം. ആൻഡ് സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ മറ്റു കുട്ടികളായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മളെ ഇട്ടാവട്ട് നടക്കുന്ന ഒരു പരീക്ഷയല്ല, ഇന്ത്യ മുഴുവനുള്ള കുട്ടികളായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രയും നേരത്തെ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് JEEലേക്കൊക്കെ വരുമ്പോൾ JEE അഡ്വാൻസ് എഴുതണമെങ്കിൽ കുട്ടികൾക്ക് 2 ചാൻസേ ഉള്ളൂ, 2 അറ്റംപ്റ്റേ ഉള്ളൂ. +2 എഴുതുന്ന വർഷവും
പിന്നത്തെ വർഷം മാത്രമേ അവർക്ക് അഡ്വാൻസ് എഴുതിയിട്ട് IIT എത്താനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ അറ്റംപ്റ്റ് വരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് 2 കൂടെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു കാണുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാം, റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യാം എന്നൊക്കെയാണ്. പക്ഷേ JEE സ്ട്രാറ്റജി വർക്കാവില്ല. JEE സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ തുടങ്ങാം. ഹൈസ്കൂളിൽ എത്തുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങാം. ഇങ്ങനൊരു എക്സാം ഉണ്ടെന്നും അപ്പോൾ അതിന് മാത്സും സയൻസും നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ വേണമെന്നുള്ളതൊക്കെ ആദ്യം മനസ്സിലാക്കുക. പ്ലസ് 1 പ്ലസ് 2 എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു അടിപൊളി ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകുക. അതാണ് ഇതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ. കാരണം പ്ലസ് 1 പ്ലസ് 2ൻ്റെ അതേ സിലബസ് തന്നെയാണ് നമ്മളെ JEE എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ MCQ ലെവലിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് 2 വർഷം എടുത്ത് നല്ല വൃത്തിയിൽ പഠിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് JEE ക്രാക്ക് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും പ്ലസ് 2 കഴിഞ്ഞിട്ട് ഒരു വർഷം അതിന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത്രമാത്രം പോർഷൻസ് ചെറിയൊരു ടൈം സ്പാൻ കൊണ്ടാണ് അവർക്ക് പഠിക്കേണ്ടി വരിക. പക്ഷേ പ്ലസ് 1 പ്ലസ് 2ൻ്റെ കൂടെ പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും പോർഷൻസ് അവർക്ക് ഓവർ എ പീരീഡ് ഓഫ് 2 years പഠിച്ചെടുക്കാൻ പറ്റും. ആൻഡ് സ്വാഭാവികമായിട്ടും ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷനൊക്കെ അതിൽ കൂടെ നടക്കും. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെത്തേണ്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IITകളും NITകളുമാണ്. അതിന് JEE എക്സാം ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. 2 സ്റ്റേജ് എക്സാമാണ്, ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അതിന് നമ്മുടെ കുട്ടികൾക്ക് അതിന് സാധിക്കും. പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചു തുടങ്ങുകയും നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുകയും നല്ല അടിപൊളി ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികളെ എൻറോൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മക്കൾക്കും ഈ IIT പോലത്തെ ടോപ്പ് ക്യാമ്പസുകളിൽ എത്താൻ ഭാഗ്യമുണ്ടാവട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ആശംസകൾ. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.